ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്ന റോമൻ റെയിൻസ് റോയൽ റംബിൾ 2025 നമ്മൾ കണ്ട റോമൻ അല്ല. സമ്മർ സ്ലാമിൽ തിരിച്ചു വന്ന റോമൻ അല്ല. റൊസൽമീനിയ 40 നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ റോമൻ റെയിൻസ് ആണ്. അതേ ഗൈസ്, നമ്മുടെ ട്രൈബൽ ചീഫ് ആയിരുന്നു തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഒറിജിനൽ ട്രൈബൽ ചീഫ് ആയിരുന്നു തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. OTC എന്ന പേരിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ട്രൈബൽ ചീഫ് അല്ല. റൊസൽമീനിയ 40 വരെ WWE തന്റെ കൈക്കുള്ളിലാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന നമ്മുടെ എല്ലാം ട്രൈബൽ ചീഫ് റോമൻ റെയിൻസ്. റൊസൽമീനിയ കഴിഞ്ഞതിന് ശേഷമുള്ള റോമൻ റെയിൻസിന്റെ പെർഫോമൻസ് വളരെയധികം മോശം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന സ്റ്റോറി ലൈനുകളും മോശമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ഈ കഴിഞ്ഞ റോ എപ്പിസോഡിലൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. റോമൻ റെയിൻസ്, സെത്ത് റോളിൻസ്, CM പങ്ക് എന്നിവരുടെ സ്റ്റോറിയിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ റോമൻ റെയിൻസിന് കുറച്ച് ചേഞ്ചസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി നോക്കുന്നതാണ്. വെൽക്കം ടു WWE മലയാളം ഗോസിപ്പ്. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. റൊസൽമേനിയ 40 വരെ WWEയിൽ ഒരു രക്ഷയുമില്ലാത്ത ക്യാരക്ടറായിരുന്നു റോമൻ റെയിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രൈബൽ ചീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരുന്നു. ട്രൈബൽ ചീഫ് ചെയ്തത് വില്ലൻ ക്യാരക്ടർ ആയിരുന്നു എന്നുണ്ടെങ്കിലും ഒരു ഹീറോയിക് പരിവേഷമായിരുന്നു ഫാൻസ് മുഴുവൻ റോമന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു റൊസൽമേനിയയിൽ എല്ലാവരും കോഡി റോഡ്സ് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും എല്ലാവരും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റോമൻ റെയിൻസിനെ തന്നെയായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് സമ്മർ സ്ലാം 2024 റോമൻ തിരിച്ചു വരികയുണ്ടായി. പക്ഷെ ആ ഒരു തിരിച്ചുവരവ് പവർ വളരെയധികം കുറവായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിന് ഏറ്റവും പ്രധാന കാരണം അദ്ദേഹത്തിന്റെ എൻട്രൻസ് മ്യൂസിക് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. റൊസൽമേനിയ 40 വരെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന എൻട്രൻസ് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് രോമാഞ്ചം വരും. ആ ഒരു എൻട്രൻസ് മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശം വരും. പക്ഷെ സമ്മർ സ്ലാമിലൂടെ അദ്ദേഹം ആ ഒരു എൻട്രൻസ് ചേഞ്ച് ചെയ്തപ്പോൾ ആ ഒരു രോമാഞ്ചവും ആവേശവും കുറവായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോറി ലൈനുകളും വളരെയധികം മോശമായിരുന്നു. ബ്ലഡ് ലൈനുമായിട്ടുള്ള സ്റ്റോറി ലൈനും സോളോയുമായിട്ടുള്ള ഫ്യൂഡും എല്ലാം തന്നെ വളരെയധികം മോശം സ്റ്റോറി ലൈൻ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു ഹീറോ ആയിട്ട് റോമൻ റെയിൻസിനെ നല്ല രീതിയിൽ കാണിക്കാൻ WWEക്ക് സാധിക്കുന്നില്ല. അദ്ദേഹത്തെ വില്ലനായിട്ട് കാണിക്കുന്നത് തന്നെയാണ് WWEക്ക് നല്ലത്. പക്ഷേ ഇപ്പോൾ റോമൻ റെയിൻസ് ഉള്ളത് ഒരു ഹാൻഡി ഹീറോ ടൈപ്പാണ്. അതായത് വില്ലനുമല്ല ഹീറോയുമല്ല, ഹീറോയ്ക്കെതിരെയും വില്ലനെതിരെയും മത്സരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ക്യാരക്ടർ നമ്മൾ ബ്രോക്ക് ലെസ്നർ എല്ലാം തന്നെ ചെയ്യുന്നത് പോലെ. റൊസൽമേനിയ 40 വരെ ഉണ്ടായിരുന്ന റോമൻ റെയിൻസിന് ഓറ, അതായത് അദ്ദേഹം വരുമ്പോഴുള്ള ആ ഒരു ഓറ ഭയങ്കരം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. റോമൻ വരുന്ന സമയത്ത് ആളുകൾക്ക് വലിയ ആവേശമില്ലാത്തതായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. റോമന്റെ റിട്ടേണിന് വലിയ പവർ ഇല്ലാത്തതായിട്ടെല്ലാം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സമ്മർ സ്ലാമിൽ വന്നപ്പോൾ ആ രീതിയിലുള്ള ഫാൻ സപ്പോർട്ട് എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പതിയെയുള്ള അദ്ദേഹത്തിന്റെ സ്റ്റോറി ലൈൻ കാരണം തന്നെയായിരുന്നു ഇങ്ങനെ ഭയങ്കര നെഗറ്റീവിലേക്ക് പോകാനുള്ള കാര്യം. സമ്മർ സ്ലാമിൽ തിരിച്ചു വന്നതിന് ശേഷം നല്ലൊരു പ്രോമോ റോമൻ റെയിൻസിന് കിട്ടിയിട്ടില്ല. നല്ലൊരു ക്യാച്ച് ഫ്രേസ് കിട്ടിയിട്ടില്ല. പണ്ടെല്ലാം തന്നെ അക്നോളജ് മീ എന്ന് പറയുമ്പോൾ അത് പറയാൻ വേണ്ടി കാണികൾ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രോമോ കേൾക്കാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിലും അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോമന് വേണ്ടി പോൾ ഹെയ്മാനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സമ്മർ സ്ലാമിൽ തിരിച്ചു വന്നതിന് ശേഷം റോമൻ റെയിൻസിന് നല്ല രീതിയിലുള്ള ഒരു പ്രോമോ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോമോ മനസ്സിൽ വരുന്നുണ്ടാവും? രോമാഞ്ചം വരുന്ന ഏതെങ്കിലും ഒരു മൊമെന്റ് സമ്മർ സ്ലാമിൽ തിരിച്ചു വന്നതിന് ശേഷം റോമന്റേതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്നും കാണില്ല. എന്നാൽ റൊസൽമേനിയ 40 മുൻപേ ഇഷ്ടം പോലെ മൊമെന്റുകളുണ്ട്. റോമൻ വില്ലൻ ആയിക്കോട്ടെ, എന്നാലും അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ എന്നാലും അദ്ദേഹം മറ്റുള്ളവരെ തല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് നമുക്കൊരു രോമാഞ്ചം വരും. അതിപ്പോൾ തീരെ കിട്ടുന്നില്ല. കഴിഞ്ഞ വർഷത്തെ റൊസൽമേനിയ മെയിൻ ഇവന്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് റോമൻ റെയിൻസ്. ഈ വർഷം ആൻഡ്രേ ദ ജയന്റ് ബാറ്റിൽ റോയലിൽ റോമൻ റെയിൻസ് ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. റൊസൽമേനിയ മെയിൻ ഇവന്റിൽ നിന്നും ഒരു മനുഷ്യന്മാർ തിരിഞ്ഞു നോക്കാത്ത ബാറ്റിൽ റോയലിലേക്കാണ് റോമൻ റെയിൻസ് വന്നിട്ടുണ്ടായിരുന്നത്. മൂക്കും കുത്തി താഴെ വീണു എന്ന് പറയുന്ന രീതിയിലേക്കായിരുന്നു റോമന്റെ പതനം ഉണ്ടായത്. പക്ഷേ എന്നാലും ഈ ഒരു റോ എപ്പിസോഡിലൂടെ ഇതെല്ലാം തന്നെ മാറ്റിമറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റോ എപ്പിസോഡിൽ റോമൻ റെയിൻസ് തിരിച്ചു വന്നു. സെത്ത് റോളിൻസ് വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള സ്റ്റീൽ കേജ് മാച്ചിലായിരുന്നു തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. സെത്ത് റോളിൻസിനെ പുറത്തേക്കിട്ടു, സൂപ്പർമാൻ പഞ്ച് കൊടുത്തു, പിയർ കൊടുത്തു. സെത്ത് റോളിൻസിനെ പിന്നീട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഒഫീഷ്യൽസ് പറഞ്ഞ സമയത്ത് റിങ്ങിലുണ്ടായിരുന്ന CM പങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി. CM പങ്കിനെ പോൾ ഹെയ്മാൻ സമാധാനിപ്പിക്കുന്നത് കണ്ടിട്ട് തന്റെ പോൾ ഹെയ്മാനാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പങ്കിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റോമനെ നമ്മൾ കണ്ടു. ഇതുവരെ ഉണ്ടായിരുന്ന ക്യാരക്ടർ ആയിരുന്നു റോമൻ റെയിൻസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ റോയൽ റംബിളിൽ തന്നെ അറ്റാക്ക് ചെയ്ത സെത്ത് റോളിൻസിനെ മാത്രം അറ്റാക്ക് ചെയ്ത് റോമൻ റെയിൻസ് പോയനെ. പക്ഷേ നമ്മുടെ പഴയ ട്രൈബൽ ചീഫാണെന്ന് ഞാൻ പറയാൻ കാരണം ഫേസ് ക്യാരക്ടർ ആയിട്ടുണ്ടായിരുന്ന റോമൻ റെയിൻസുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത CM പങ്കിനെ റോമൻ റെയിൻസ് അറ്റാക്ക് ചെയ്തതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം റോമൻ റെയിൻസ് വീണ്ടും ആ പഴയ ഹീൽ ക്യാരക്ടറിലേക്ക് മാറുന്നുണ്ട് എന്ന്. റോമൻ ഒരു ഫേസ് ക്യാരക്ടർ ആയി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഫാൻസിന് ഇത് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം CM പങ്ക് ഫേസ് ക്യാരക്ടറാണ്, റോമൻ റെയിൻസ് ഫേസ് ക്യാരക്ടറാണ്. സെത്ത് റോളിൻസ് മാത്രം ഒരു ഹീൽ ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ അത് അത്രത്തോളം വലിയൊരു രസമായിട്ട് ആർക്കും തന്നെ തോന്നില്ല. അതുകൊണ്ട് WWE പ്ലാൻ ചെയ്തത് തന്നെയായിരിക്കും റോമൻ റെയിൻസിന്റെ ഈ ഒരു ഹീൽ ടേൺ.
റോമൻ ആദ്യം തിരിച്ചു വന്ന് ഇവരെല്ലാവരെയും തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഫാൻസ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവരധികം ഒന്നും ചിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവസാനത്തേക്ക് എത്തിയപ്പോഴേക്കും എല്ലാവരും റോമൻ റെയിൻസിന് വേണ്ടി ചിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് റോമന്റെ ഹീൽ പവർ. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സർവൈവർ സീരീസ് 2024 റോമൻ റെയിൻസിന്റെ ടീമിലേക്ക് CM പങ്ക് കയറുന്ന സമയത്ത് പോൾ ഹേമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു സഹായമായിട്ടാണ് CM പങ്ക് വരുന്നത്, ഇതിനൊരു മറുസഹായം പങ്കിന് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാമെന്ന്. മിക്കവാറും റെസിൽമേനിയ 41 CM പങ്ക് വേഴ്സസ് റോമൻ റെയിൻസ് വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള ആ ഒരു മാച്ചിന്റെ ഇടയ്ക്ക് CM പങ്ക് സഹായം ചോദിക്കുകയും പോൾ ഹേമൻ റോമൻ റെയിൻസിനെ ചതിച്ച് CM പങ്കിന്റെ കൂടെ പോവുകയും ചെയ്യും. ഈ കാര്യമല്ലേ നിങ്ങളുടെ മനസ്സിലുള്ളത്? എന്നാൽ WWE ആണ് ഇപ്പോൾ ഒടുക്കത്തെ ട്വിസ്റ്റുകൾ തരുന്നവരാണ്. അവർ നമ്മളെ വലിയ ട്വിസ്റ്റ് കൊണ്ട് സർപ്രൈസ് ആക്കും. പോൾ ഹേമൻ CM പങ്കുമായിട്ട് ടീമായി റോമൻ റെയിൻസിനെ ചതിക്കുമെന്ന് വിചാരിച്ച നമ്മുടെ അടുത്തേക്ക് പോൾ ഹേമൻ ടീമാകാൻ വേണ്ടി പോകുന്നത് സെത്ത് റോളിൻസിന്റെ കൂടെ ആയിരിക്കും. അങ്ങനെ നടക്കുകയാണെങ്കിലോ CM പങ്കിനെയും റോമൻ റെയിൻസിനെയും ചതിച്ചുകൊണ്ട് സെത്ത് റോളിൻസിനെ സഹായിച്ചുകൊണ്ട് സെത്ത് റോളിൻസിനെ വിജയിപ്പിക്കുന്ന രീതിയിൽ പോൾ ഹേമൻ മാറുകയാണെങ്കിലോ കിഡിലൻ സ്റ്റോറി ആയിരിക്കും. ആരും തന്നെ വിചാരിക്കാത്ത കാര്യമായിരിക്കും. പക്ഷേ ഞാൻ ആ കാര്യം വിചാരിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ എച്ച് ഇപ്പോൾ സർപ്രൈസ് തരാൻ മിടുക്കനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല കിഡിലനായിട്ട് സർപ്രൈസുകൾ തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇവർ 3 പേരും കൂടി മത്സരിക്കുന്ന മത്സരത്തിൽ സെത്ത് റോളിൻസ് വിജയിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി കൂടിയാണ് എന്നുണ്ടെങ്കിൽ റോളിൻസ് ഫാൻസിനും അത് സന്തോഷം തന്നെയായിരിക്കും. റെസിൽമേനിയ 41 ഒന്നാമത്തെ ഓപ്ഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇനി രണ്ടാമത് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇവർ തമ്മിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് നടക്കും. റോമൻ റെയിൻസ് വേഴ്സസ് CM പങ്ക് വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള മാച്ച്. ഈ ഒരു മാച്ചിൽ വിജയിക്കുന്നവർ ഗുന്തർ വേഴ്സസ് ജേവ്സ് തമ്മിലുള്ള മാച്ചിലെ മൂന്നാമത്തെ വ്യക്തിയായിട്ട് മാറാമെന്നുള്ളൊരു കോൺട്രാക്ട് കൊടുത്താലോ, അവർക്ക് റെസിൽമേനിയ മെയിൻ ഇവന്റ് ചെയ്യാമെന്നുള്ളൊരു കോൺട്രാക്ട് കൊടുത്താലോ. റെസിൽമേനിയ 41 ഇവർ 3 പേരും കൂടി മത്സരിക്കട്ടെ, വിജയിക്കുന്നവർക്ക് റെസിൽമേനിയ മെയിൻ ഇവന്റ് കിഡിലനായിരിക്കില്ലേ? ജേവ്സ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മാച്ച് വളരെയധികം മോശം മാച്ചായിട്ട് വളരെയധികം ഹൈപ്പ് പറഞ്ഞിട്ടുള്ള മാച്ചായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇവരിൽ ആരെങ്കിലും ഒരാൾ കൂടി ആ ഒരു മാച്ചിലേക്ക് കയറി കഴിഞ്ഞാൽ അത് കിഡിലനായിരിക്കും. അങ്ങനെ ഒരു കോൺട്രാക്റ്റാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ CM പങ്കോ അല്ലെങ്കിൽ റോമൻ റെയിൻസോ ആയിരിക്കും ആ ഒരു മാച്ചിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും 3 പേർക്കും ചാൻസ് ഉണ്ട്. WWE എന്താണ് പണ്ണാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. കാത്തിരിക്കാം. ഓരോ ആഴ്ചയിലും ഇനി സർപ്രൈസുകളുടെ കൂമ്പാരം തന്നെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഹീൽ റോമൻ റെയിൻസിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാവരെയും എടുത്തിട്ട് അലക്കുന്ന റോമനെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. റോമന്റെ കൂടെ ഇനി കൂട്ടാളികൾ ഉണ്ടാവില്ല. റോമൻ ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്കുള്ള റോമന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയും ഞാൻ കാത്തിരിക്കുകയാണ്. റോമന്റെ നല്ല കിഡിലൻ പ്രോമോ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. റോമൻ റെയിൻസ് വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള പ്രോമോ വാർ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. റോമൻ റെയിൻസ് വേഴ്സസ് സെത്ത് റോളിൻസ് വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള മാച്ചിൽ ആരായിരിക്കും വിജയിക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം വീഡിയോ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.